ഫാക്കൽറ്റി മാപ്പിംഗ് ചെയ്യുന്നതിനായി kerala.kerib.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ കോളേജ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. എന്നതിന് ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ കേരിബ് ടീമിനെ ബന്ധപ്പെടാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടാബ് ആയിരിക്കും ലഭിക്കുക. അതിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ടാബിലേക്ക് പോവുക. ഫാക്കൽറ്റി കോഴ്സ് മാപ്പിംഗ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ആദ്യം കയറുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഞാൻ കുറച്ച് അപ്രൂവൽസ് ചെയ്തുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് വരുന്ന പേജിൽ അതേ ആഡ് ന്യൂ എന്നുള്ളത് കൊടുക്കുക. ആഡ് ന്യൂ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് മോഡേൺ ടെക്നോളജി എന്നുള്ള കോഴ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അഗേൻസ്റ്റ് ടിക്ക് ചെയ്യുക. അതോടുകൂടി ആ കോഴ്സ് അസൈൻഡ് ആവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബാക്ക് പോകുന്നതോടുകൂടി ഇലക്ട്രോണിക്സിൻ്റെ പെർട്ടിക്കുലർ കോഴ്സും അതിൻ്റെ കമ്പോണൻസും ഇത്രയും കമ്പോണൻസ് ഉണ്ട്. അത് പെൻഡിങ് ആണെന്നുള്ളത് കാണാൻ പറ്റും. കമ്പോണൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ESCT എന്ന് പറയുന്ന എക്സ്റ്റേണൽ തിയറിയാണ്. ESCP എന്ന് പറയുന്ന എക്സ്റ്റേണൽ പ്രാക്ടിക്കലാണ്. CCA TFA എന്ന് പറയുന്നത് ഇന്റേണൽ തിയറി ഫോർമേറ്റീവ് അസസ്മെന്റ്, ഇന്റേണൽ തിയറി സമ്മേറ്റീവ് അസസ്മെന്റ്, അതുപോലെ തന്നെ ഇന്റേണൽ പ്രാക്ടിക്കലിന്റെ ഫോർമേറ്റീവ് അസസ്മെന്റും ഇന്റേണൽ പ്രാക്ടിക്കലിന്റെ സമ്മേറ്റീവ് അസസ്മെന്റ്, ഇത്രയും കമ്പോണൻസ് ആണ് ഇതിനുള്ളത്. വൺസ് കോഴ്സ് HOD അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് അതിൻ്റെ അഗേൻസ്റ്റ് സ്റ്റാറ്റസ് മാറുന്നതാണ്. അതിനുശേഷം അസസ്മെന്റ് മാർക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അസസ്മെന്റ് മാർക്ക് എൻട്രിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.